ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത്. ശരത് ടെക് അഡ്ജലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുമ്പോൾ ആരും അറിയാതൊരു ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് പിക്സൽ 8 ആണ് ലോഞ്ച് നടന്നത്. പക്ഷേ പിക്സൽ 8 ഒരു ഹാൻഡി ഫോണാണ്. കൊച്ചൊരു ഫോണാണ്. അതുകൊണ്ട് വില കുറച്ച് തരാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഇതാണ് പിക്സൽ 8 വന്നേക്കുന്നത്. 6.1 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ഒരു 120 ഹെർട്സിന്റെ 2000 നിക്സിന്റെ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല ഡിസ്പ്ലേ, പക്ഷേ നമുക്ക് പറയാം. പിന്നെ വരുന്നത് ക്യാമറ 64 മെഗാ പിക്സൽ ഉണ്ട്. ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. പിക്സലിന്റെ ക്യാമറാസ് നമുക്കറിയാലോ, അത്യാവശ്യം അവർ പിടിച്ചു നിൽക്കുന്നത് ക്യാമറയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു നല്ല ക്യാമറ തന്നെ ഇറക്കിയിട്ടുണ്ട്. 64 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇപ്രാവശ്യം 64 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാൻ സാധിക്കുന്നത് വരുന്നത് 4000 mAh ബാറ്ററിയാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാൻ സാധിക്കുന്നത് ഡിസ്പ്ലേ വന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിലും അത് നോച്ച് വളരെ കയറിയ ഒരു നോച്ചാണ്. കാരണം സാംസങ്ങിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിന്റെ ഒരു ലോ ബഡ്ജറ്റിൽ കൊടുക്കുന്ന ഫോണിന്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കത് എത്രത്തോളം ഇത്രയും രൂപ കൊടുക്കുന്ന ഒരു ഫോണാണ്. ഇതിന്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 52,999 രൂപയാണ് വില വരുന്നത്. ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ബാഡ് നോച്ച് കയറി ഇപ്പോഴത്തെ പല ഫോണുകളും ഈ പ്രൈസിന് ഇതിനേക്കാളും നല്ല ഡിസ്പ്ലേ തരുന്നുണ്ട്. അപ്പൊ ഇതൊരു വേർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു. 2K റെസൊല്യൂഷൻ വരെ തരുന്ന ഫോണുകൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ ഈ ഒരു നോച്ച് നമുക്ക് ഒരു അനോയിങ് ആയിട്ട്, വളരെ അനോയിങ് ആയിട്ട് നമുക്ക് തോന്നും. അത് ഇച്ചിരി കയറിയാണ്. ഒരു 50Kയിലും 15Kയിലും 20Kയുടെ അകത്തും സാംസങ് കൊടുക്കുന്ന നോച്ചാണ്. സാംസങ് S21 FEയിലും ഈ S23 FEയിൽ S21 FEയിൽ നല്ല നോച്ച് കുറച്ച് അവർ ഇറക്കിയിട്ട് S23 FEയിൽ നോച്ച് കൂട്ടി ഇറക്കിയിരിക്കുന്നു. ഓരോ വർഷം കഴിയുന്നവരും കുറച്ചാണ് കൊണ്ടുവരുന്നത്. ഇത് കൂട്ടി FE സീരീസിനെ അവർ തരുന്നതാണ്. പക്ഷെ അവർ കുറെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയാം. കാരണം FE സീരീസിൽ എപ്പോഴും അവർ എന്തുകൊണ്ട് ഫ്ലാഗ്ഷിപ്പിനേക്കാളും കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തത്. അതുപോലെ പിക്സലിന് പറ്റുന്ന ഡിസ്പ്ലേ ഇവിടെ ഒരു ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. സാംസങ്ങിന്റെ ഒരു ലോ ബഡ്ജറ്റ് ഫോണുകളിൽ വെക്കുന്ന ഡിസ്പ്ലേ ആണ് പിക്സൽ എടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും നോച്ച് കയറിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഫുൾ HD ഡിസ്പ്ലേ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്രൈസിന്. ശരി, ഓക്കെ, നോച്ച് കുറച്ചൊക്കെ ഒരു ബെറ്റർ ആക്കി തന്നൂടെ. പിന്നെ നമുക്ക് ക്യാമറയിൽ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. ഫ്രണ്ടും ബാക്കും അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. അത്യാവശ്യം നല്ല കളേഴ്സിൽ വരുന്നുണ്ട്. ഇത് അവൈലബിൾ ആണ്. വെരി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ പ്രോസസ്സറിലോട്ട് വരുവാണെങ്കിൽ സാംസങ്ങിന്റെ എക്സിനോസ് റീബ്രാൻഡ് ചെയ്ത് വരുന്നത് ടെൻസർ G3 ആണ് വരുന്നത്. ടെൻസർ G3യുടെ സ്പെക്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x3.0 GHz കോറിന്റെ കോട്ടക്സിന്റെ ഒരു X3 കോട്ടക്സ് ആണ് വരുന്നത്. 4x2.5 GHz ഒരു കോട്ടക്സിന്റെ A71/5 ഉണ്ട്. 4x2.15 GHz ഒരു കോട്ടക്സിന്റെ A510 ഉണ്ട്. നോൺ കോർ ആണ് വരുന്നത്. ഇത് 4 നാനോമീറ്റർ പ്രോസസ്സർ. നമുക്ക് ഹീറ്റ് ആവും എന്തായാലും. അത്യാവശ്യം ഇപ്പോഴത്തെ കാലാവസ്ഥയും കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹീറ്റ് ആവും. പക്ഷെ ഇതൊരു നല്ല ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പക്ഷേ പറയുവാണെങ്കിൽ നല്ല ഫോണാണ്. ഇത് കോമ്പാക്ട് ഫോണാണ്. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിലിൽ കുറെ മാസം കഴിയുമ്പോൾ ചിലപ്പോൾ സെയിലിൽ വരും. 30-ന് 27-ന് കൊണ്ട് വിൽക്കും. ഇപ്പോൾ ഒരു ചാടിക്കറി ആരും എടുക്കല്. ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. കുറെ ബാങ്ക് ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 40-30 കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് അവർ. കുറെ എക്സ്ചേഞ്ച് വാല്യൂ അനുസരിച്ചായിരിക്കും വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് പറയാൻ ഇത് നല്ല ഫോണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 52,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് S23 ആണ്. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം 40-45 ഓഫറിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോണാണ് അത്. കാരണം ഇതിനേക്കാട്ടിലും ഇതൊരു ടെൻസർ G3 അത്ര കോർ കുറവാണെങ്കിൽ 8 Gen 2ന്റെ അടുത്ത് തന്നെ വരുന്നുള്ളൂ. 8 Gen 2ന്റെ അത്രയും പെർഫോമൻസ് ഇല്ല. പിന്നെ ഒരു ലോങ് ടേമിൽ നോക്കുമ്പോൾ 8 Gen 2 ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് S23 ആണ് എല്ലാം കൊണ്ടും, നോച്ചും ക്യാമറയും എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ട്, ഓൾ റൗണ്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. ഇറ്റ്സ് വെരി ഗുഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു ലോഞ്ച്. ഇറ്റ്സ് എ ബാഡ് തിങ്. കാരണം ഗൂഗിൾ എപ്പോഴും ഫോൺ ഇറക്കുന്നുണ്ടെന്നൊരു കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വരുന്ന പല ഫോണുകളിലും റെഡ്മിയുടെ ഫോണുകളും എല്ലാം നോച്ച് കുറച്ച് വരുവാണ് ലോ ബഡ്ജറ്റിൽ. പക്ഷെ ഇവർ കൂട്ടി വെച്ചിട്ട് വരുക. എന്നിട്ട് ഇത്രയും പ്രൈസ് കൊടുക്കുക. ആൾക്കാരത് മേടിക്കുമോ എനിക്കറിയില്ല. ബാഡ് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നോച്ച് കയറി ഹീറ്റിംഗ് പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ പിക്സൽ ഇതെന്തുവാ ചെയ്യുന്നത്. പക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത്യാവശ്യം കിട്ടും. കാരണം നമുക്ക് നേരത്തെ 15 ബീറ്റ വേർഷൻസ് അവൈലബിൾ ആവും. അത് പിക്സലിന്റെ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ വൈസ് ചെയ്ത് പിക്സൽ ഈസ് വെരി ഗുഡ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും പിക്സൽ. കാരണം അത്രയും ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണാണ്. കൊച്ചൊരു ഫോണാണ്. ഇപ്പോൾ കൊച്ചു ഫോണുകൾ വളരെ കുറവാണ് വരുന്നത്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് S23 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇച്ചിരി കൂടെ ബെറ്റർ ആണ്. വാല്യൂ ഫോർ മണിയാണ്. ഒരു 43,000 ആയാലും അത് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.